ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഞാനൊരു പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആണെന്ന്. ഒരുവിധം എല്ലാ മീഡിയംസ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മോസ്റ്റ് ഓഫ് ദ വർക്ക്സും വരുന്നത് ആക്രിലിക് തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഒരു കമ്മീഷൻ വർക്ക്. ഞാനത് എങ്ങനെ പാക്ക് ചെയ്ത് ക്ലയൻറ്റിന് ഡെലിവർ ചെയ്യുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ താഴെ കാണുന്ന ഇൻസ്റ്റ ഐ ഡി കയറി നോക്കിയാൽ ഞാൻ ചെയ്ത വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് റെഫറൻസ് പിക്ക് വന്നിട്ട് ക്യാൻവാസ് ഷീറ്റിലാണ് ഞാനിത് വരയ്ക്കാൻ പോകുന്നത്. ഒരു A3 സൈസ് ക്യാൻവാസ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ആദ്യം ഞാൻ വേറൊരു പേപ്പറിൽ ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്തിട്ട് പിന്നെയാണ് അത് ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്യുന്നത്. ഇതൊരു 5 മീറ്ററിൻ്റെ ക്യാൻവാസ് റോളാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതെനിക്ക് 1540 കിട്ടിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഈ ഒരു വർക്ക് എനിക്ക് കിട്ടിയത് തൃശ്ശൂരിൽ നിന്നാണ്. ജിൽഷ എന്നാണ് ക്ലയൻറ്റിൻ്റെ പേര്. ആൾക്കാരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടീൻ്റെ കസിന് ഞാൻ ആദ്യം ഒരു പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വർക്ക് എനിക്ക് തന്നത്. ആക്ച്വലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വെഡ്ഡിങ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഡീറ്റെയിലിംഗ് ചെയ്ത് നമ്മളെ ഉപ്പാടളകിയ ഒരു അവസ്ഥ ഉണ്ടാവും. ഈ ബ്രൈഡിനെ വരയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഇതുപോലുള്ള ബ്രൈഡാണെങ്കിൽ പറയും വേണ്ട. ഈ സാരിയൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ചിലത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് നല്ല അടിപൊളി സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കണ്ടുമടുത്ത ഷെയ്ഡ്സിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടെ വരയ്ക്കാൻ ഇഷ്ടം ഇതുപോലെ കുറച്ച് റെയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ഒരു ഗോൾഡനും സിൽവറും റെഡും വന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഓർണമെന്റ്സ് ആയാലും ആകെ മൊത്തം ടോട്ടൽ ആളും നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ആക്ച്വലി ഞാൻ അത് പ്രതീക്ഷേനെക്കാട്ടും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു വരയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗ്രൂമിനെ വരയ്ക്കാൻ അത്ര തന്നെ ടൈം എടുക്കേണ്ടി വന്നില്ല. പ്ലെയിൻ കോസ്റ്റ്യൂം ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ലാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പോലും അതെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. ഞാൻ എപ്പോഴും ഇതുപോലുള്ള വർക്ക്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെയാണോ വരച്ച, ഇത്രയും ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നോന്നൊക്കെ തോന്നും. ഞാൻ വരച്ച പോർട്രേറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വർക്ക്സിൽ അതിലൊരു വർക്കായിരുന്നു ഇത്. വേറൊന്നല്ല, ചില റെഫറൻസ് പിക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഇത്രയ്ക്കും ഇങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനെക്കാട്ടും നന്നായിട്ടോ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ എനിക്ക് അതുപോലെ തോന്നിയിട്ടുള്ളൊരു വർക്കായിരുന്നത്. ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ഡേ ആണ്. ഇത് A3 സൈസ് ക്യാൻവാസിലാണ് ഞാൻ വരച്ചത്. പിന്നെ ഇത് വരച്ച് തീർക്കാൻ ഞാൻ ഒരു 15 hours എടുത്തിട്ടുണ്ട്. ഒരു 1 week എടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് ഫിനിഷ് ചെയ്തത്. ഓരോ ദിവസം ഒരു 2 to 3 hours മാത്രം ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, അതിലും കൂടുതൽ ടൈമൊക്കെ ഇരുന്നാൽ നമുക്ക് ചെയ്യുന്ന വർക്കിനോടൊരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാകുമ്പം ടൈം എടുത്ത് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വലിയ ടൈമൊന്നും വേണ്ട കേട്ടോ. ആക്രിലിക് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ളൊരു പരിപാടിയും കൂടിയേ ഉള്ളൂ. ക്ലയൻറ്റിന് ഫ്രെയിം വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ മാക്സിമം ഫ്രെയിമിങ് സജസ്റ്റ് ചെയ്യാതിരിക്കാറാണ്. എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ഇട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ അത് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവരോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രെയിം ഇടാം, പക്ഷേ ഗ്ലാസ് ഇടാണ്ട് അയക്കാം. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ കൊറിയർ ചെയ്യാൻ പോകുന്നത്. ഫ്രെയിമിങ് ഞാൻ ചെയ്യാറ് SM സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. പോണ വഴിക്ക് എൻ്റെ അടുത്ത് അഡ്രസ്സ് പ്രിൻ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ SM സ്ട്രീറ്റിലുള്ളൊരു അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പ്രിൻ്റ് എടുത്തത്. സാധാരണ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കാരപ്പറമ്പ് തന്നെയാണ് പ്രിൻ്റ് എടുക്കാറ്. ഇവിടെ അക്ഷയ കേന്ദ്രത്തിൽ കുറച്ചുകൂടെ റേറ്റ് അവർ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോണത് SM സ്ട്രീറ്റിൽ തന്നെയുള്ള കളർ പോയിൻറ്റ് ഫ്രെയിംസിലേക്കാണ്. ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ഫ്രെയിം ചെയ്യാറ്. ഇവിടുത്തെ ഓണർ പേര് പ്രമോദാട്ടൻ എന്നാണ്. അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ അടിപൊളി ഫ്രെയിമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ഇട്ടിട്ടൊന്നുമില്ല. ഇനി അടുത്ത പണി പാക്ക് ചെയ്യാന്നുള്ളതാണ്. അതും ഞാൻ നൈസിൽ മൂപ്പരാളെ ഏൽപ്പിക്കും. ഒരു പാവം മനുഷ്യനായതിനോട് ഞാൻ പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ പാക്ക് ചെയ്ത് തരും കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലും പാവം ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് കേട്ടോ എനിക്ക് പാക്ക് ചെയ്ത് തരിക. ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ബബിൾ റാപ്പൊക്കെ വെച്ചിട്ടാണ് അത് പാക്ക് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കട്ടിയുള്ള ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ആദ്യം റാപ്പ് ചെയ്തിട്ട് പിന്നെ ക്ലിങ് ഫിൽമും ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കിയിട്ട് കവർ ചെയ്യും. ഈ ബ്രൗൺ പേപ്പർ വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അത് ക്രാഫ്റ്റിങ്ങിനും റാപ്പിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന പേപ്പറാണ്. അതൊരു റോളായിട്ടാണ് വരിക. 150 GSM ആണ് എൻ്റെ തിക്നെസ്. 259 റുപ്പീസിനാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ബ്രൗൺ പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് സെയിം ക്ലയൻറ്റിന് തന്ന വേറൊരു കമ്മീഷൻ വർക്കിൻ്റെ പാക്കേജിങ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ മുമ്പേ ചെയ്തത്. ഇത് പിന്നെ അവർക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇതും സെയിം ഗ്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ 2 ടൈപ്പ് പാക്കേജിങ് നിങ്ങളെ കാണിക്കല്ലോ എന്ന് വെച്ചാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. വേറൊന്നുമല്ല, ഒരു ഗിഫ്റ്റ് റാപ്പറും കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പാക്ക് ചെയ്ത് ഞാൻ നേരെ പോയത് കൊറിയർ ഓഫീസിലേക്കാണ്. അതെൻ്റെ നാട്ടിൽ കാരപ്പറമ്പ് തന്നെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഞാനതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ബൈ.